വരൂ ഗൈസ്, ഐറാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന അരച്ച് വെച്ച ഒരു സാമ്പാറാണ്. അതിന് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തൊരു ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയ ജീരകവും ഉലുവയും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് പൊട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ വറ്റൽമുളക് 2 എണ്ണം ചേർത്തു. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നേരത്തെ ചിരകി വെച്ച് തേങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തത്. അരമുറി എന്ന് പറഞ്ഞാൽ ചെറിയൊരു തേങ്ങ ആയതുകൊണ്ട് അരമുറി തേങ്ങ എടുത്തു. ഇതുപോലെ നമുക്ക് ഇളക്കാം. അധികം കളറൊന്നും മാറണ്ട. ഇതുപോലെ ഇളക്കി കൊടുത്ത് അതിലേക്ക് നമുക്ക് സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഓരോരു ടേബിൾ സ്പൂൺ മതി. നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ എത്ര സാമ്പാർ വെക്കുന്നു അതിനനുസരിച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. തേങ്ങ നല്ലോണം വഴറ്റി കൊടുക്കേണ്ടതൊന്നും വേണ്ട. കുറച്ച് നമുക്കൊരു പാകത്തിന് മതി. ബ്രൗൺ കളറായൊന്നും വേണ്ട. അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഞാനിതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് അരിഞ്ഞു വെച്ച് സാമ്പാർ കഷ്ണങ്ങൾ വെള്ളരിക്ക, കുമ്പളങ്ങ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, പയർ, പടവലങ്ങ, ബീൻസ്, വഴുതിനിങ്ങ, മത്തൻ, പച്ചമുളക്, തക്കാളി, മുരിങ്ങക്ക, ഇത്ര സാധനമാണ് ഞാനിന്ന് ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കറി വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലെ സാധനം ഇത്രയാണ്. ഇത് വെച്ചാണ് ഞാൻ സാമ്പാർ തയ്യാറാക്കുന്നത്. ഇതിൽ വേവില്ല സാധനം ഞാൻ ആദ്യം കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ പരിപ്പ് അരമണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ സാമ്പാറിന് വേണ്ടി വറുത്ത് വെച്ച തേങ്ങയെല്ലാം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്ത് അതിലേക്ക് ലേശം പുളിയും ചേർത്ത് കൊടുത്ത് ഒന്നിത് പൊടിച്ചെടുക്കുക. ഞാനിത് ആദ്യം പൊടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ആയാലൊന്നുമില്ല, പച്ചവെള്ളം ആയാലൊന്നുമില്ല, ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ കുതിർത്ത് വെച്ച പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കുക. പരിപ്പ് ഞാൻ വേറെ തന്നെ വേവിച്ചെടുക്കുന്നത്. പരിപ്പ് നന്നായി വേവണം. സാമ്പാറിൽ പരിപ്പ് കാണാൻ പാടില്ല എന്നല്ല പറയുന്നത് പണ്ടുള്ളവർ. അതുപോലെ ഞാൻ പരിപ്പ് ആദ്യം കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. 3 വിസിൽ വന്നതിന് ശേഷം വിസിൽ കളഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വെള്ളരിക്ക, വേവില്ല സാധനം പെട്ടെന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കുമ്പളങ്ങ, അങ്ങനെ പച്ചക്കറികളെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മത്തനിട്ട് കൊടുത്തു. ലേശം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് നമുക്ക് 2 വിസിൽ വന്നാൽ മതി. അധികം പച്ചക്കറികൾ വെന്തുടയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ 2 വിസിൽ വന്നതിന് ശേഷം വിസിൽ ഓഫാക്കിയിട്ട് നമുക്ക് ബാക്കി 3 ചേരുവകൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും പച്ചമുളകും മുരിങ്ങയ്ക്കയും വഴുതിനങ്ങയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് നമുക്ക് 2 വിസിൽ വന്നതിന് ശേഷം ഇത് തുറക്കാം. നന്നായി വെന്തിട്ടുണ്ട്. പച്ചക്കറികളൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച മുരിങ്ങക്ക, വെണ്ടയ്ക്ക, പച്ചമുളക്, വഴുതിനങ്ങ എന്ന് ചേർത്ത് കൊടുത്ത് ഇതിന് വിസിലൊന്നും ഇടേണ്ട. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് ഞാൻ കായപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. നമുക്കൊരടുപ്പ് വെച്ച് ഇത് മൂടി വെക്കാം. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കണമല്ലോ. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർക്കും. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളിയും
ചെറിയ ഉള്ളിയും ഇതിലേക്ക് ചേർക്കാം. ഇത് ഒരു ബ്രൗൺ കളറായതിന് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇത് മൂപ്പിച്ചെടുത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിറം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും ഇട്ടെടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് സാമ്പാറിലേക്ക് തയ്യാറാക്കി വെക്കാം. നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചെടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി നെയ്ച്ചപ്പും ചേർത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.